Good afternoon. I'm Akshaya. I had an All India rank of 2627 in the year 2020, and now I am in third year MBBS in AIMS now. Today we'll be doing the chapter Cell Cycle and Cell Division. Per year, ഒരു 2 to 3 questions ചോദിക്കുന്ന ചാപ്റ്ററാണ് സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ആൻഡ് ഇതിൽ മോർ ദാൻ ബൈ ഹാർട്ടിങ് കൂടുതൽ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ആൻഡ് കുറച്ച് സാധനങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാനും. അപ്പൊ നമ്മൾ വിൽ ഡയറക്ട്ലി ഗെറ്റ് ഇൻ ടു ദി ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് മൈറ്റോസിസ്, മിയോസിസ്, അതായത് സെൽ ഡിവിഷന്റെ രണ്ട് രീതികൾ, എങ്ങനെയൊക്കെയാണ് സെൽ ഡിവൈഡ് ചെയ്യുക. അത് രണ്ട് രീതികൾ നമ്മൾ പഠിക്കും. ഏതൊക്കെ? മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ആൻഡ് അതിന്റെ ഓരോന്നിന്റെയും സിഗ്നിഫിക്കൻസും ആൻഡ് ഈ രണ്ട് സൈക്കിൾസ് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രീ റെക്വസിറ്റ്സ് കുറച്ച് അറിയേണ്ട സാധനങ്ങളും നമ്മൾ ആദ്യം കാണും. അപ്പോൾ നമുക്കറിയാം ഏതാ സൈഗോട്ട് എന്ന് പറഞ്ഞൊരു സിംഗിൾ സെല്ലിൽ നിന്നാണ്, ഹ്യൂമൻസിനെ പോലെ തന്നെ അധികം ഓർഗാനിസംസും എങ്ങനെയാണ് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് മൾട്ടിപ്പിൾ സെൽ ഡിവിഷൻസ് അണ്ടർഗോ ചെയ്ത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആവുന്നത്. യൂണിസെല്ലുലാർ അല്ലാത്ത മൾട്ടി സെല്ലുലാരിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന എല്ലാ ഓർഗാനിസംസും എങ്ങനെയാണ് ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ബൈ ഫ്യൂഷൻ ഓഫ് വാട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമിറ്റോ. എങ്ങനെയാന്ന് വെച്ചാൽ അത് ഫ്യൂഷൻ ആണ്, ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഓർഗാനിസംസ്. ഇനി നമുക്കറിയാം ലിവിങ് വേൾഡ് നമ്മൾ പഠിച്ചിരുന്നു. എന്ത്? എല്ലാ ലിവിങ് ഓർഗാനിസംസും കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ഗ്രോത്ത് എന്തിനാ കാണിക്കുന്നത്? നമ്മുടെ സെല്ല് എങ്ങനെയാണ് ജനനം തൊട്ട് മരണം വരെ അല്ലെങ്കിൽ സെൽ ഡെത്ത് വരെ എങ്ങനെയാണ് അഡ്വാൻസ് ചെയ്ത് വരുന്നത്, ആൻഡ് ഏതൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ ബോഡിയിൽ വരുന്നത്. ആൻഡ് റീപ്രൊഡക്ഷൻ എന്തിനാണ്? കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷീസിന് വേണ്ടി. എങ്ങനെ ഒരു ഓർഗാനിസം പുതിയൊരു ആൾക്ക് ജനനം കൊടുത്ത് ആ ഓർഗാനിസത്തിന്റെ കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ആ സ്പീഷീസിന്റെ അല്ലെങ്കിൽ ആ തലമുറ എങ്ങനെയാണ് മുൻപോട്ടേക്ക് പോകുന്നത് നമ്മൾ റീപ്രൊഡക്ഷനിൽ പഠിക്കും. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഒരു എല്ലാ ലിവിങ് ഓർഗാനിസംസും കാണിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആൻഡ് നമുക്കറിയാം എല്ലാ സെല്ലും റീപ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ? ഈച്ച് പേരന്റൽ സെൽ, അതായത് ഓരോ പേരന്റൽ സെല്ലും എങ്ങനെ ഡിവൈഡ് ഇൻ ടു 2 ഡോട്ടർ സെൽസ് ഈച്ച് ടൈം ദേ ഡിവൈഡ്. അതായത് ഒരു പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആവും. പേരന്റ് സെൽസ് എന്തുണ്ടാക്കും? ഡോട്ടർ സെൽസ് ഉണ്ടാവും. അതായത് ഒരു പേരന്റൽ സെല്ല് 2 ഡോട്ടർ സെൽസ് ഉണ്ടാക്കും. ആൻഡ് ഈ പുതിയ ഫോം ചെയ്യുന്ന ഡോട്ടർ സെൽസിന്റെ പ്രത്യേകത എന്താ? അവർക്ക് സ്വന്തം ഗ്രോ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും ഇതേപോലെ തന്നെ പേരന്റൽ സെല്ല് എങ്ങനെയാണോ ഡോട്ടർ സെൽസിന് ഗിവ് ഫോം കൊടുത്തത്, അതേപോലെ തന്നെ ഈ ഡോട്ടർ സെൽസും വലുതായി ഒരു പേരന്റൽ സെല്ലായി പതുക്കെ അതിന്റെ ഡോട്ടർ സെൽസിനെ ഉണ്ടാക്കും. അങ്ങനെ ഒരു ന്യൂ സെൽ പോപ്പുലേഷൻ തന്നെ ഇവര് ഉണ്ടാക്കും. എങ്ങനെ? ഫോം ബൈ ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ ഓഫ് എ സിംഗിൾ പേരന്റൽ സെൽ ആൻഡ് ഇറ്റ്സ് പ്രോജനി. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു ഹോൾ സെൽ പോപ്പുലേഷൻ തന്നെ ഉണ്ടാക്കും. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താ? ഇങ്ങനത്തെ സൈക്കിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ കുറെ തവണ ഈ ഗ്രോത്തും ഡിവിഷനും നടന്ന് എങ്ങനെ ഒരു സിംഗിൾ സെല്ല് പതുക്കെ മൾട്ടിപ്പിൾ സെൽ ഡിവിഷൻസും അതിന്റെ സൈക്കിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡിവിഷനും അണ്ടർഗോ ചെയ്ത് ഒരു വലിയ ഓർഗാനിസം ആവും കൺസിസ്റ്റിംഗ് ഓഫ് മില്യൺസ് ഓഫ് സെൽസ്. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ ഒരു സിംഗിൾ സെല്ലിന് നമുക്കിപ്പോ ഫൈനലി കിട്ടിയത് എന്താ? മില്യൺസ് ഓഫ് സെല്ലാണ്. അത്രയും ആണ് ഓരോന്നിന്റെയും ഗ്രോത്ത് കേപ്പബിലിറ്റി. ഇനി നമ്മൾ സെൽ സൈക്കിൾ എന്താന്ന് കാണാൻ പോവാണ്. നമുക്കറിയാം എല്ലാ ഓർഗാനിസത്തിലും ഗ്രോത്തും റീപ്രൊഡക്ഷനും എക്സിബിറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. അതുകൊണ്ട് തന്നെ സെൽ ഡിവിഷൻ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. ആൻഡ് ഈ സെൽ ഡിവിഷന്റെ സമയത്ത് എന്തൊക്കെ നടക്കുന്നു നമ്മൾ ഒരു ലോവർ ലെവൽ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ചെറിയൊരു ലെവലിൽ നമ്മൾ സെല്ലുലാർ ലെവലിൽ നമ്മൾ കാണും. എങ്ങനെ? ഡ്യൂറിങ് ദ ഡിവിഷൻ ഓഫ് സെൽ, ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ DNA റെപ്ലിക്കേറ്റ് ആവും ആൻഡ് സെൽ ഗ്രോത്തും സംഭവിക്കും. അപ്പോ ഒരു MCQ ഇങ്ങനെ ചോദിക്കണം, ഐഡന്റിഫൈ ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് ഓർ റോങ് സ്റ്റേറ്റ്മെന്റ് വെക്കാണ്. ഡ്യൂറിങ് ഡിവിഷൻ ഓഫ് എ സെൽ DNA റെപ്ലിക്കേഷൻ ആൻഡ് സെൽ ഗ്രോത്ത് മാത്രമേ നടക്കുള്ളൂ, അല്ലെ DNA റെപ്ലിക്കേഷൻ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ സെൽ ഗ്രോത്ത് മാത്രമേ നടക്കുള്ളൂ എന്ന് വെച്ചാൽ എന്ത് പറയണം? ബോത്ത്, രണ്ടും നടക്കുന്നു നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ പ്രോസസ്സസ് എല്ലാം ഏതൊക്കെ? സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, അതിനു വേണ്ടിയുള്ള DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്നു,
ആൻഡ് സെൽ ഗ്രോത്ത് നടക്കുന്നു. പക്ഷെ ഈ കാര്യങ്ങളിൽ എങ്ങനെ നടക്കണം? ഒരു വെൽ കോർഡിനേറ്റഡ് രീതിയിൽ നടക്കണം. ഇറ്റ് ഷുഡ് occur in a വെൽ കോർഡിനേറ്റഡ് വേ. എന്തുകൊണ്ടാണ്? എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡിവിഷനും ഫോർമേഷൻ ഓഫ് പ്രോജനിയും ഉണ്ടാവുള്ളൂ. വിത്ത് കണ്ടെയ്നിങ് വാട്ട്? ഇൻടാക്ട് ജീനോംസ്. നമുക്കറിയാം ജീനോമിന്റെ എണ്ണവും അല്ലെങ്കിൽ എമൗണ്ടും മാറിപ്പോയാൽ സ്പീഷീസ് തന്നെ മാറിപ്പോകും, അല്ലെങ്കിൽ ഓർഗാനിസം തന്നെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഒരു ഓർഗാനിസം അതിന്റെ തന്നെ ആയ പ്രോജനി ഉണ്ടാക്കുമ്പോൾ എന്ത് നമ്മൾ സൂക്ഷിക്കണം? അവര് എൻഷുർ ചെയ്യണം എന്ത്? കറക്റ്റ് ഡിവിഷൻ ആണ് നടക്കുന്നത് ആൻഡ് സ്വന്തം പ്രോജനി സെൽസ് തന്നെയാണ് ഉണ്ടാവുന്നത് കണ്ടെയ്നിങ് ഇൻടാക്ട് ജീനോം. കുറവോ കൂടുതലോ ഇല്ലാണ്ട് ഉള്ള പ്രോജനി തന്നെയാണ് ഉണ്ടാവുന്നതെന്നും എൻഷുർ ചെയ്യണം. ഇനി the sequence of events by which a cell duplicates its genome, synthesizes the other constituents of cell, and eventually divides into two daughter cells is termed as cell cycle. Cell cycle in the process of cell cycle ഒരൊറ്റ സെന്റൻസിൽ ഡെഫിനിഷൻ ആയിട്ട് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റണം? അത് സെൽ സൈക്കിൾ, ആ പേര് പോലെ തന്നെ ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ഇവന്റ്സ്. സീക്വൻസ് ഓഫ് ഇവന്റ്സ് ആണ് ബൈ വിച്ച്, എന്താണ് ആ സീക്വൻസ് ഓഫ് ഇവന്റ്സിൽ നടക്കുന്നത്? ഒരു സെല്ല് അതിന്റെ ജീനോമിനെ ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, എന്നാലേ എൻഷുർ ചെയ്യുള്ളൂ പുതിയ പ്രോജനി ഉണ്ടാവുന്നതും സ്വന്തം തന്നെയാണ് എന്നുള്ളത്. ആൻഡ് ദ സെൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറ്റ്സ് ജീനോം, ആൻഡ് ജീനോം മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു സിംഗിൾ സെല്ലിനെയാണ് ഗിവ് റൈസ് ചെയ്യേണ്ടത്. അങ്ങനെ ഇഫ് ഇറ്റ് ഹാസ് ടു ഗിവ് റൈസ് ടു ഒരു ഹോൾ സെല്ലിനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം സെല്ലിൽ ആകെ ജീനോം മാത്രമല്ലല്ലോ ഉള്ളത്, അതർ കോൺസ്റ്റുവൻസ് ഓഫ് സെൽസും കൂടി ഉണ്ട്. അപ്പോ സീക്വൻസ് ഓഫ് ഈവൻസ്, കുറച്ച് ഈവൻസ് സീക്വൻസിൽ നടക്കാണ്. ആ സീക്വൻസും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം തെറ്റ് നടന്നാൽ എല്ലാം മാറി മറിയും. അപ്പൊ സീക്വൻസ് ഓഫ് ഈവൻസ് അതിൽ എന്തൊക്കെ നടന്നു? ആദ്യം ഡ്യൂപ്ലിക്കേറ്റ് ദ ജീനോം, ആൻഡ് ഇനി എന്താ നടക്കുന്നത്? സിന്തസൈസ് ദ അതർ കോൺസ്റ്റുവൻസ് ഓഫ് സെൽ. സിന്തസൈസ് അതർ കോൺസ്റ്റുവൻസ്, ആൻഡ് ഇത്രയിൽ നടന്ന ഫൈനലി എന്താ പറ്റുക? ഗിവ് റൈസ് ടു ടു ഡോട്ടർ സെൽ. സീക്വൻസ് ഓഫ് ഈവൻസ് ഇൻ വിച്ച് ആദ്യം ജീനോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു ആൻഡ് സിന്തസൈസ് ചെയ്തു, ബാക്കിയുള്ള കോൺസ്റ്റുവൻസ്, ജീനോം മാത്രം പോരാ അതുകൊണ്ട് ബാക്കിയുള്ള കോൺസ്റ്റുവൻസും കൂടി ഉണ്ടാക്കി. ആൻഡ് ഫൈനലി എന്തായി? ഫൈനലി ഡിവൈഡ്സ്. ആ പേരന്റൽ സെല്ല് ഡിവൈഡ് ചെയ്തു. എങ്ങനെ? രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഓൾദോ സെൽ ഗ്രോത്ത് നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ സെൽ ഗ്രോത്ത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? സൈറ്റോപ്ലാസത്തിന്റെ ഇൻക്രീസ്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എത്രയായി കൂടുന്നു എന്നുള്ളതാണ്. ഈവൻ ദോ ദ സെൽ ഗ്രോത്ത് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമുക്കറിയാം ഗ്രോത്ത് മൈന്യൂട്ട് ലെവലിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്ലി വിസിബിൾ, വലിയ കാര്യത്തിൽ കോൺസ്പിക്വസ് അല്ലെങ്കിലും പക്ഷെ അത് കണ്ടിന്യൂസ് ആണ്. ആൻഡ് പക്ഷെ സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും ദ DNA സിന്തസിസ്, DNA ഉണ്ടായി വരുന്നത് occurs only during one specific stage in the cell cycle. അപ്പോ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു ഹോൾ ഗ്രോത്തിൽ നമുക്കറിയാം സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ DNA എങ്ങനെ സിന്തസൈസ് ചെയ്യണമെങ്കിൽ അതൊരു സ്പെസിഫിക് സ്റ്റേജിലേ നടക്കുന്നുള്ളൂ. ആ സ്പെസിഫിക് സ്റ്റേജിനെ കുറിച്ചാണ് നമ്മൾ ഇനി കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദ റെപ്ലിക്കേറ്റഡ് ക്രോമസോംസ്, ഈ റെപ്ലിക്കേറ്റഡ് ക്രോമസോംസ് എന്ന DNA, they are distributed to the daughter nuclei by a complex series of events during cell division. അപ്പോ ഈ സെൽ ഡിവിഷന്റെ ഉള്ളിൽ തന്നെ വരുന്ന വേറൊരു പ്രോസസ് എന്താ? ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ജീനോം ഉണ്ട്, ഈ ജീനോമിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഇൻ ടു ദി ഡോട്ടർ ന്യൂക്ലിയൈ ബൈ എങ്ങനെ? ഇതേപോലെ ഒരു സീരീസ് ഓഫ് ഈവൻസ് വഴി. ഇനി നമുക്കറിയാം ഈ ഈവൻസ് ആരുടെ കൺട്രോളാണ്? ജനറ്റിക് കൺട്രോളാണ്. എത്ര പേസിലാണ് നടക്കുന്നത് നമുക്ക് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ ജനറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോ നമ്മൾ ഈ പാരഗ്രാഫിൽ എന്ത് കണ്ടു? ഈ പാരഗ്രാഫിൽ കണ്ടു സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്, അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്, അത് കോർഡിനേറ്റഡ് വേയിൽ നടക്കാൻ നമ്മൾ എൻഷുർ ചെയ്യണം. എന്തുകൊണ്ട്? ഇൻടാക്ട് ജീനോംസ് നല്ല സീക്വൻസിൽ തന്നെ ഉണ്ടായി വരണം, കറക്റ്റ് ഡിവിഷൻ നടന്നത്. ആൻഡ് സെൽ സൈക്കിളിന്റെ ഡെഫിനിഷൻ കണ്ടു. ആൻഡ് നമ്മൾ ഒരു MCQ ക്വസ്റ്റ്യൻ പോലെ കണ്ടു, എന്ത്? സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് കണ്ടു. ആൻഡ് പക്ഷെ ഈ സെല്ലിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസ് കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും DNA സിന്തസിസ് ഒരു സ്പെസിഫിക് സ്റ്റേജിൽ നടക്കുന്നുള്ളൂ. ആൻഡ് ആ DNA സിന്തസിസ് വഴി നടന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത ജീനോംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് എങ്ങോട്ടേക്ക്? രണ്ട് ഡോട്ടർ ന്യൂക്ലിയയിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ബൈ അനദർ കോംപ്ലക്സ് സീരീസ് ഓഫ് ഈവൻസ്. ആൻഡ് ഇത് ആരുടെ കൺട്രോളാണ്?
ജനറ്റിക് കൺട്രോൾ ആണ് ഇത്രയും സാധനങ്ങൾ നടക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. ഈ ഫേസ് ഓഫ് സെൽ സൈക്കിളിന്റെ ഡയഗ്രാം ആദ്യം നോക്കണം, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ഇതിന്റെ ഡയഗ്രാം തന്ന് ഈ ഓരോ ഫേസസും, ഈ ഫേസസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഇപ്പൊ പഠിക്കും. ആൻഡ് ഈ ഓരോ ഫേസസും ചോദിച്ചിട്ട് ലേബലിംഗ് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് എന്താണ് നടക്കുന്നത് നോക്കാം. അപ്പോ ഫേസ് ഓഫ് സെൽ സൈക്കിൾ, അതായത് സെൽ ഡിവിഷൻ, ഫേസസ് ഓഫ് സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടത് എന്തൊക്കെയാണ്? സെൽ സൈക്കിൾ എങ്ങനെ നടക്കുന്നു? സീക്വൻഷ്യൽ ആണ്, അതായത് ഓർഡേർഡ് ആണ്, ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്. ഈ സീക്വൻസ് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഈ സീക്വൻസ് എങ്ങനെയാണ്? ഈ ഫേസിനെ കുറിച്ച് കുറച്ചും കൂടെ പഠിക്കുമ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം അത്രയും ബേസിക് ലെവലിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ആദ്യം G1, പിന്നെ S, പിന്നെ G2, പിന്നെ M. ഇതാണ് ആ സീക്വൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ജനറ്റിക്കലി കൺട്രോൾഡ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് പ്രോട്ടീൻ. എന്തൊക്കെയാണ് ഈ പ്രോട്ടീൻസ് ജനറ്റിക്കലി കൺട്രോൾഡ് എന്നുള്ള പ്രൂവ് ചെയ്യാനുള്ള പ്രോട്ടീൻ എന്തൊക്കെയാണ്? ഒന്ന് സൈക്ലിൻസ്, രണ്ട് CDK എന്ന് പറയും, സൈക്ലിൻ ഡിപ്പെൻഡന്റ് കൈനേസസ്, CDK എന്ന് പറയും. അപ്പോൾ ഈ ജനറ്റിക്കലി കൺട്രോൾഡ് എന്നുള്ള പ്രോട്ടീൻ ഏതാ? പ്രോട്ടീൻ സൈക്ലിൻസും ഉണ്ട്, സൈക്ലിൻ ഡിപ്പെൻഡന്റ് എന്തുണ്ട്? കൈനേസസും ഉണ്ട്. ആൻഡ് നമ്മൾ സെൽ ഡിവിഷന് ഓവറോൾ കാണുകയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? സെൽ ഡിവിഷന് 2 ഫേസസ്. എന്തൊക്കെ? ഇന്റർഫേസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എത്ര ശതമാനം? എല്ലാത്തിലും കാണുന്നുള്ള ശതമാനം ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർഫേസ് 95% നടക്കും. ഇനി ഈ ഇന്റർഫേസ് എന്താണ്? ഇതിന്റെ വേറെ പേര് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയും? പ്രിപ്പറേറ്ററി ഫേസ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ്. പ്രിപ്പറേറ്ററി ഫേസ് അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഫേസ്, അതിനെയാണ് ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇന്റർഫേസിന്റെ പ്രത്യേകത മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്, അത് ലോങ്സ്റ്റ് ആണ്. ഇന്റർഫേസിന്റെ വേറെ നെയിംസ് എത്ര ശതമാനമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ആൻഡ് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണെന്ന് കണ്ടു, ആൻഡ് ലോങ്സ്റ്റ് ആണെന്നും കണ്ടു. ഇനി ഇതിന്റെ എന്തൊക്കെ ഉണ്ടാവും? G1 ഉണ്ടാവും, S ഉണ്ടാവും, G2 ഉണ്ടാവും. ആൻഡ് അടുത്ത ഫേസ്, ഇന്റർഫേസ് കഴിഞ്ഞ് ഇനി അടുത്ത ഫേസിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ M ഫേസ് എന്ന് വിളിച്ചു. M ഫേസ് എത്ര ശതമാനമായിരിക്കും? ബാക്കി 5%. ആൻഡ് അതാണ് മോസ്റ്റ് ഡ്രാമാറ്റിക് ഫേസ്. ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇത് ഓർത്തു വെക്കാനുള്ള രീതി, M ഫേസിലാണ് ജസ്റ്റ് മേ ബി ആ ഡിവിഷൻ നടക്കുക. പക്ഷെ ഡിവിഷൻ നടക്കാൻ നമുക്കറിയാം ജീനോം ആദ്യം 2 ആവണം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം, ആൻഡ് സെല്ലിന്റെ ഗ്രോത്ത് നടന്ന് ഇനഫ് സൈറ്റോപ്ലാസം എന്ന് എൻഷോർ ചെയ്യണം, എന്നാലേ വീതിച്ച് 2 കൊടുക്കാൻ പറ്റൂ. അങ്ങനെ കുറെ പ്രിപ്പറേഷൻസ് നടത്താറുണ്ട്. ഈ പ്രിപ്പറേറ്ററി ഫേസ് ആണ് 95% ഈ ഹോൾ ഓഫ് സെൽ ഡിവിഷന്. നമുക്കറിയാം, നമ്മളിപ്പോ നീറ്റിന്റെ ഒരു എക്സാം എഴുതാൻ പോവാണ്. നീറ്റിന്റെ എക്സാമിന്റെ M ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോസ്റ്റ് ഡ്രാമാറ്റിക് ഫേസ്, നമ്മൾ എക്സാം കൊടുക്കുന്ന അവസ്ഥയാണ്. പക്ഷെ 1 ഇയർ ഓഫ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ എത്ര ഇയർ ഓഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും 1 or 2 years ഓഫ് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആ പ്രിപ്പറേറ്ററി ഫേസ് കഴിഞ്ഞ് നമ്മൾ എക്സാം കൊടുക്കുന്ന എത്ര? ജസ്റ്റ് ഒരു 3 hours മാത്രമാണ്. 180 questions 3 hours. അതാണ് നിങ്ങളുടെ ഫെയ്ത്ത് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഫെയ്ത്ത് ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ എന്താ ചെയ്യുന്നത്? 95%, അതായത് അത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി ഫേസ് ആണ് അതിന്റെ ബിഹൈൻഡ് ഉള്ളത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇന്റർഫേസ് ഇസ് എനി ലെസ് ദാൻ M ഫേസ് എന്ന്, ജസ്റ്റ് ബിക്കോസ് M ഫേസിലാണ് സെൽ ഹോളി ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിവിഷൻ ഇൻടാക്ട്ലി നടക്കാന്നുള്ളത് കൊണ്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇന്റർഫേസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് 95% മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. കാരണം നിങ്ങൾ നല്ല പണിയെടുക്കുന്നുണ്ട് ആ പ്രിപ്പറേറ്ററി ഫേസിൽ. അല്ലാണ്ട് വെറുതെ ഇരുന്നാൽ നമ്മുടെ M ഫേസും എന്താവും? വേസ്റ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ഇയറും വേസ്റ്റഡ് ആവും. അപ്പൊ അത് മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, ലോങ്സ്റ്റ് ആണ്, ആൻഡ് അതിൽ എന്തൊക്കെ നടന്നു? G1, S and G2. ഇനി അത്രയും മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ആ സൈക്കിൾ വരക്കാൻ പോവാണ്. സൈക്കിളിൽ ആദ്യം എന്ത് വരക്കും? നമുക്കറിയാം, ആദ്യം ഇന്റർഫേസ് ഉണ്ട്, ഒരു M ഫേസ് ഉണ്ട്. നമുക്കറിയാം 95% ഏത് ഫേസ് ആണ്? ഇന്റർഫേസ് ആണ്. അപ്പൊ ഒരു 3/4 അല്ലെങ്കിൽ മോർ ദാൻ 3/4 നമ്മൾ എന്ത് വരച്ചു? ഇന്റർഫേസ് വരച്ചു. ഇത്രയും എന്താണ്? ഇന്റർഫേസ്.
ഇനി ബാക്കിയുള്ളത് എന്തായി? എം ഫേസ്. ഇത്രയായി. ഇനി നമുക്കറിയാം ഇന്റർഫേസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? G1 ഉണ്ട്, എസ് ഉണ്ട്, G2 ഉണ്ട്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ G1 നമ്മുടെ ഇന്റർഫേസിന് ഓൾമോസ്റ്റ് ഹാഫിലും G1 നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ബാക്കിയുള്ള ഒരു ഹാഫിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ കുറച്ചൊരു വലിയ പാർട്ട് എസ് ആയിട്ടും അതിന്റെ ചെറിയ പാർട്ടിനെ G2 ആയിട്ടും വരക്കാം. ഇങ്ങനെയാണ് നമ്മൾ സെൽ സൈക്കിളിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി എം ഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നമുക്കറിയാം എം ഫേസ്, അതായത് നിങ്ങൾ നീറ്റ് കൊടുക്കുന്ന പ്രോസസ് 3 hours, അതായത് ഒരു ചെറിയ ഡ്യൂറേഷന്റെ സമയം. ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് എക്സാക്ട്ലി നടക്കുന്ന സമയം. ആ ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് നമുക്കറിയാം 2 രീതിയിലാണ് നടക്കുക. ആദ്യം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും ആൻഡ് പിന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും. അതായത് കാരിയോകൈനസിസ് നടക്കും, സൈറ്റോകൈനസിസ് നടക്കും. അത് ഡിവൈഡ് ചെയ്താൽ എങ്ങനെ കിട്ടും? ഇത്രയും ഭാഗം ഇത്രയും കാരിയോകൈനസിസും ബാക്കിയുള്ളത് സൈറ്റോകൈനസിസും ആയി. ഇനി ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ കാരിയോകൈനസ്, ഇത്രയും ഭാഗം ഞാൻ എൻലാർജ് ചെയ്ത് നോക്കിയാൽ ഇവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഈ കാരിയോകൈനസിസ് ഞാൻ എൻലാർജ് ചെയ്ത് നോക്കാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ കണ്ടു? നമുക്കറിയാം പ്രോസസ് എന്താ? ഡിവിഷൻ ഓഫ് ന്യൂക്ലിയസിനെയാണ് നമ്മൾ കാരിയോകൈനസിസ് എന്ന് വിളിക്കുക. ആൻഡ് അവിടെ നടക്കുന്ന അടുത്ത അതിന്റെ സബ് ഫേസസ് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ്. ഒന്നാമത്തത് പ്രോഫേസ്, രണ്ടാമത്തത് മെറ്റാഫേസ്, മൂന്നാമത്തത് ആനഫേസ്, നാലാമത്തത് ടീലോഫേസ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഏതൊക്കെ? എം ഫേസ്, ഇന്റർഫേസിന് 2 ബ്രോഡർ ഡിവിഷൻ. ഇനി ഓരോന്നിന്റെ ഇടയിലും എത്രത്തോളം ഡിവിഷൻ ഉണ്ട്? ആൻഡ് G1, S, G2 അണ്ടർ ഇന്റർഫേസ്, കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ് അണ്ടർ എം ഫേസ്. ഈ എം ഫേസിലെ കാരിയോകൈനസിന്റെ ഉള്ളിൽ ഇനി ആദ്യ ഡിവിഷൻ ഏതൊക്കെ? പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ് ആൻഡ് ടീലോഫേസ്. ഇത്രയും കണ്ടു. ഇനി G1 ഫേസിനെ കുറിച്ച് കുറച്ച് പറയാനാണെങ്കിൽ എന്ത് പറയാം? അതിന് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് അല്ലെങ്കിൽ പ്രീ സിന്തറ്റിക് ഫേസ്. ഇന്റർഫേസിലെ ലോങ്സ്റ്റ് ഫേസ് നമ്മൾ പറഞ്ഞു. ഈ ഇന്റർഫേസിനെ ഒരു 2 ആയി ഡിവൈഡ് ചെയ്ത് 1 ഹോൾ പാർട്ടാണ് നമുക്ക് G1 കൊടുത്തത്. അപ്പൊ അത് ഇന്റർഫേസിലെ ലോങ്സ്റ്റ് ഫേസ് ആയി. ആൻഡ് ഈ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? എം ഫേസ് കഴിഞ്ഞ് ഡയറക്ട്ലി വരുന്ന നെക്സ്റ്റ് ഫേസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് വിളിച്ചു. ആൻഡ് പ്രീ സിന്തറ്റിക് ഫേസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? എസ് ഫേസ് ആണ് അടുത്തത്. അപ്പൊ എസ് ഫേസിന് ബാക്കിലത്തെ അല്ലെങ്കിൽ മുന്നിലത്തെ നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? പ്രീ സിന്തറ്റിക് ഫേസ് എന്ന് വിളിച്ചു. അപ്പൊ ഈ 2 ഫേസിനെയും ഓപ്ഷനിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, നാച്ചുറലി അത് G1 ഫേസിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇനി ഡയഗ്രത്തിലേക്ക് നോക്കാണ്. ഏതൊക്കെ? എം ഫേസ്, ഇത്രത്തോളം എം ഫേസ് ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ബാക്കി 95% ഏതാണ്? ഇന്റർഫേസ് ആണ്. ആൻഡ് ഇന്റർഫേസ് G1, S, G2 ആയിട്ട് കണ്ടു. ആൻഡ് എം ഫേസിലെ ഇത്രയും ഭാഗം കാരിയോകൈനസിസ് ആണ്. ആൻഡ് കാരിയോകൈനസിന്റെ എഗെയിൻ സബ് പാർട്സ് പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ്, ടീലോഫേസ്. അത് കഴിഞ്ഞ് സൈറ്റോകൈനസിസ് നടക്കും. ഇനി NCERT-ലേക്ക് വരികയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ യൂകറിയോട്ടിക് സെൽ സൈക്കിൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു കൾച്ചറിൽ ഹ്യൂമൻ സെൽസ് എടുത്തു. ആൻഡ് നമ്മൾക്ക് എന്ത് മനസ്സിലായി? ഈ സെൽ ഡിവിഷൻ നടക്കുന്നത് അപ്രോക്സിമേറ്റ്ലി എത്ര hours കൂടുമ്പോഴുമാണ്? എവറി 24 hours. പക്ഷേ നമുക്കറിയാം ഇതിപ്പോ ഹ്യൂമൻ സെൽസിനാണ് എവറി 24 hours എങ്കിൽ വേറെ ഓർഗാനിസത്തിന് വേറെ സെൽ ടൈപ്പ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിളും വേരി ചെയ്യും. അപ്പൊ അടുത്തൊരു MCQന്റെ ക്വസ്റ്റ്യൻ ആയി എന്താ? ഡ്യൂറേഷൻ ഓഫ് ദി സെൽ സൈക്കിൾ ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ ദി സെയിം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. കാരണം ആ ഓർഗാനിസം ടു ഓർഗാനിസം വരുമ്പോൾ അല്ലെങ്കിൽ സെൽ ടൈപ്പ് ടു സെൽ ടൈപ്പ് വരുമ്പോൾ നമുക്ക് ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ വേറെയാണ് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈസ്റ്റ് എടുത്തു. ഈസ്റ്റിന് സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് വെച്ചാൽ ജസ്റ്റ് 90 minutes ആണ്, ജസ്റ്റ് 1.5 hours. പക്ഷെ അതേപോലെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർഗാനിസമായ ഹ്യൂമന്റെ സെൽ സൈക്കിൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 hours കിട്ടി. ആൻഡ് ഞാൻ പറഞ്ഞിരുന്നു സെൽ സൈക്കിൾ 2 ബേസിക് ഫേസ്, ഇന്റർഫേസും മൈറ്റോസിസ് ഫേസ് അല്ലെങ്കിൽ എം ഫേസ്. എം ഫേസ് എന്താ? ആക്ച്വൽ സെൽ ഡിവിഷൻ നടക്കുക. അതായത് നമ്മൾ ആക്ച്വലി നീറ്റ് എഴുതുന്ന പോലെ ആലോചിക്കാം. ആക്ച്വലി ആ 3 hours ഓഫ് നീറ്റിന്റെ
എക്സാമിന്റെ ഡ്യൂറേഷൻ ആണ് എം ഫേസ്, വേർ ആക്ച്വൽ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് അക്കർ ചെയ്യുന്നത്. ആൻഡ് ഇന്റർഫേസ് എന്താ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് നമ്മൾ 1 to 2 years പ്രിപ്പറേഷൻ നടക്കുന്ന പ്രിപ്പറേറ്ററി ഫേസ് ആണ് ഇന്റർഫേസ്. ഈ ഇന്റർഫേസിനെ എങ്ങനെയും കൂടെ പറയാം, ദ ഫേസ് ബിറ്റ്വീൻ 2 successive എം ഫേസസ്. അതായത് ഒരു പ്രാവശ്യം നിങ്ങൾ നീറ്റ് എഴുതി, ആ വർഷം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേണ്ട കോളേജ് കിട്ടിയില്ല, നമ്മൾ ഇനി അടുത്ത വർഷം അഗെയിൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഇന്റർഫേസ് എന്ത് വിളിച്ച് ഒരു എക്സാം കൊടുത്ത് ഫ്രം 1 exam to the next exam അതിന്റെ ബിറ്റ്വീൻ ഉള്ള ഫേസിനെയാണ് ഇന്റർഫേസ് എന്ന് വിളിക്കാം. ആൻഡ് അപ്പൊ അങ്ങനെ ആ കാര്യം ഓർത്തു വെക്കുക. ആൻഡ് ഇറ്റ് ഇസ് സിഗ്നിഫിക്കന്റ് ടു നോട്ട് ദാറ്റ് ഇൻ ദ 24-hour ആവറേജ് ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ, ഈ 24 hours ആണ് ഹ്യൂമൻ സെല്ലിന്റെ സെൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ നമ്മൾ കണ്ടു. പക്ഷേ പ്രോപ്പർ സെൽ ഡിവിഷൻ അബൌട്ട് ആൻ അവർ, അതായത് പ്രോപ്പർ സെൽ ഡിവിഷൻ ഉദ്ദേശിക്കുന്ന എം ഫേസ് ജസ്റ്റ് 1 മണിക്കൂർ മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് ബാക്കിയുള്ള സമയമൊക്കെ എന്താ, ബാക്കി 23 hours അതായത് 95% എന്താ നടക്കുന്നത്, ഇന്റർഫേസ് ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അതായത് മോർ ദാൻ 95 എന്ന് എക്സാക്ട്ലി പറയാൻ പറ്റും. എക്സാക്ട്ലി ഈക്വൽ ടു 95 ലാസ്റ്റ് മോർ ദാൻ 95% ഓഫ് ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ. ഇനി നമുക്കറിയാം ഡയഗ്രത്തിൽ കണ്ടിരുന്നു എം ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ അല്ലെങ്കിൽ കാരിയോകൈനസിസ്, അതായത് ഡോട്ടർ ക്രോമസോംസിനുള്ള സെപ്പറേഷൻ നടക്കും. ആൻഡ് ഫൈനലി എന്ത് നടക്കും, സൈറ്റോപ്ലാസത്തിലെ സൈറ്റോകൈനസിസ്, സൈറ്റോപ്ലാസത്തിന്റെ ഡിവിഷൻ അഥവാ സൈറ്റോകൈനസിസ് നടക്കും. ആൻഡ് ദ ഇന്റർഫേസിന് വേറെ പേര് നമ്മൾ നേരത്തെ ടേബിൾ വരച്ചപ്പോൾ പറഞ്ഞത് എന്താ, preparatory phase അഥവാ resting phase is the time during which the cell is preparing for division. നമുക്കറിയാം പ്രിപ്പയർ ചെയ്യുന്ന സമയം, ഡിവൈഡ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയം, ആ സമയം എന്തൊക്കെ അണ്ടർഗോ ചെയ്യും, ബോത്ത് സെൽ ഗ്രോത്ത് ആൻഡ് DNA റെപ്ലിക്കേഷൻ ഒരു ഓർഡർലി മാനറിൽ നടക്കുന്നതായിരിക്കും. ആൻഡ് അഗൈൻ ഇന്റർഫേസ് നമ്മൾ ഡിവൈഡ് ചെയ്തു, ഗ്യാപ്പ് 1, ഈ ഗ്യാപ്പ് സിന്തസിസ് ഗ്യാപ്പ്, ഇതിന്റെ ഇത് എലാബറേറ്റ് ചെയ്യുന്ന എങ്ങനെ, അബ്രിവേഷൻ എന്തിന്റെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. തെറ്റിപ്പോകരുത്, G ഫോർ ഗ്രോത്ത് എന്ന് വിചാരിക്കരുത്, ഗ്രോത്ത് തെറ്റാണ്. ഏതാണ്, ഗ്യാപ്പ് ആണ്, ഗ്യാപ്പിനാണ് G സ്റ്റാൻഡ് ചെയ്യുന്നത്. ആൻഡ് G1 ഫേസ്, S ഫേസ്, G2 ഫേസ്, 3 ഫേസസ് ഏതിന്റെ താഴെ വന്നു, ഇന്റർഫേസിന്റെ താഴെ വന്നു. ഇനി G1 ഫേസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം, അഥവാ ദ ഈവെന്റ്സ് ഇൻ G1 ഫേസ്. എന്തൊക്കെ ഈവെന്റ്സ് ആണ് G1 ഫേസിൽ നടക്കുന്നതെന്ന് ഞാൻ പറയാൻ പോവാണ്. നമുക്കറിയാം G1 ഫേസ് നമ്മൾ എന്തും കൂടി വിളിച്ചിരുന്നു പോസ്റ്റ് മൈറ്റോട്ടിക്, അതായത് മൈറ്റോസിസ് കഴിഞ്ഞു വരുന്ന ഫേസ്, അല്ലെങ്കിൽ പ്രീ സിന്തറ്റിക്, അതായത് സിന്തസിസ് ഫേസ്, S ഫേസിന് മുന്നേ വരുന്ന. അതിന്റെ അടുത്ത പ്രത്യേകത എന്താ, അത് ലോങ്സ്റ്റ് ആണ്. ഇന്റർഫേസിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഫേസ് ഏതാ, G1 ഫേസ്. ഇനി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, പ്രോട്ടീൻ ആൻഡ് RNA സിന്തസിസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. ഏത്, എക്സെപ്റ്റ് ഹിസ്റ്റോൺ ആൻഡ് ട്യൂബുലിൻ. ഈ രണ്ടിനെ ഒഴിച്ച് ബാക്കി എല്ലാ പ്രോട്ടീനും RNA സിന്തസിസ് ചെയ്യുന്നത് G1 ഫേസിലാണ്. ആൻഡ് അമിനോ ആസിഡ് സിന്തസിസ് നടക്കുന്നുണ്ട്. മാക്സിമം സെൽ ഓർഗനൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. എല്ലാ ഓർഗനൽസും ഡബിൾ ആവുക, എന്തിനാ, ഡോട്ടർ സെൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. പക്ഷെ ഇതിനും അഗൈൻ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് മൈറ്റോകോൺഡ്രിയം ക്ലോറോപ്ലാസ്റ്റും ഗോൾഗി ബോഡി ഒഴിച്ച് ബാക്കിയുള്ള സെൽ ഓർഗനൽ ഡ്യൂപ്ലിക്കേഷൻ നടന്നു. അടുത്തത് ATP സിന്തസിസ് നടന്നു, സൈറ്റോപ്ലാസം ഇൻക്രീസ് നടന്നു. ഇത് പഠിക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് കം അണ്ടർ അല്ലെങ്കിൽ ഡസ് നോട്ട് ഹാപ്പൻ ഇൻ G1 ഫേസ് എന്ന് വെച്ചാൽ നമുക്ക് ഓഡ് വൺ ഔട്ട് തിരഞ്ഞെടുക്കാൻ പറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൽ നടക്കുന്ന പ്രോസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് ഇനി എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ ആ എക്സെപ്ഷനും അറിഞ്ഞിരിക്കണം. ഇനി G1 ഫേസ് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ഫേസ് എന്താ, S ഫേസ് നമ്മൾ എന്ത് വിളിച്ചു, സിന്തറ്റിക് ഫേസ്. അതിൽ നടക്കുന്ന എന്താ, DNA റെപ്ലിക്കേഷൻ, ന്യൂക്ലിയർ DNA റെപ്ലിക്കേഷൻ. ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രോട്ടീൻ ആൻഡ് RNA സിന്തസിസ് നടക്കുന്നത്
G1 except histone and tubulin. ഇതിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നത് എസ് ഫേസിലാണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നത്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, എക്സെപ്ഷൻ ആയതുകൊണ്ട് അത് എങ്ങനെ വന്നാലും മറക്കരുത്. ഫൈനലി സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ. ഇത് രണ്ടും എവിടെ നടന്നു? സൈറ്റോപ്ലാസത്തില്. DNA റെപ്ലിക്കേഷൻ ന്യൂക്ലിയസിലും ബാക്കി രണ്ടെണ്ണം സൈറ്റോപ്ലാസത്തിലും നടന്നു. ഇനി ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ G1 ഫേസ് എന്താണ്? ഇന്റർവെൽ ബിറ്റ്വീൻ മൈറ്റോസിസ് ആൻഡ് ഇനീഷ്യേഷൻ ഓഫ് DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ ഏത് ഫേസിലാണ് നടക്കുന്നത്? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുള്ളൂ. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിലാണ്. അപ്പൊ എസ് ഫേസിന് സ്ലാഷില് നമുക്ക് DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഫേസിനും കൂടി വിളിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ G1 ഫേസിന് നമുക്ക് എങ്ങനെയും കൂടി വിളിക്കാം? മൈറ്റോസിസിന്റെയും ഇനീഷ്യേഷൻ ഓഫ് DNA റെപ്ലിക്കേഷനെയും നടുക്കുള്ള ഫേസ് ആയിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഇന്റർവെൽ ആയിട്ട് വിളിക്കാം. ആൻഡ് G1 ഫേസിന്റെ സമയത്ത് സെൽ എങ്ങനെയാണ്? മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, കണ്ടിന്യൂസ്ലി ഗ്രോസ്, പക്ഷെ ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ചെയ്യില്ല DNA, ബാക്കിയെല്ലാം നടക്കും. എസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ് എങ്ങനെയാണ്? ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് DNA സിന്തസിസ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ നടക്കുകയാണ്. എവിടെ? ഈ എസ് ഫേസിൽ. ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈം എന്താ പറ്റുക? സെല്ലിലെ DNA എമൗണ്ട് എടുത്താൽ ഡബിൾ ആയിരിക്കും. കാരണം എന്താ? DNA സിന്തസിസ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാ? DNA എമൗണ്ടും അതേപോലെ പെർ സെൽ ഓരോ സെല്ലിനും ഡബിൾ ചെയ്ത് കാണാൻ പറ്റും. ഇനി അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഇനീഷ്യൽ എമൗണ്ട് ഓഫ് DNA നമ്മൾ 2C എന്ന് വിളിച്ചു. ഇനീഷ്യൽ ഒരു സെൽ എങ്ങനെയാ? ഡിപ്ലോയിഡ് ആയിരിക്കുമല്ലോ. അപ്പോ ആ സെല്ലിനെ നമ്മൾ 2C എന്ന് വിളിച്ചാല് അത് എങ്ങനെയായിരിക്കും? 4C ആകും. ഏത് ഫേസില്? ഈ സിന്തസിസ് ഫേസ് കഴിയുമ്പോ. ബട്ട് ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ ദ ക്രോമസോം നമ്പർ. DNA എമൗണ്ട് ഇൻക്രീസ് ആവുള്ളൂ, ക്രോമസോം നമ്പർ ഇൻക്രീസ് ആവില്ല. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. ദ എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾ ചെയ്യും, പക്ഷെ ദർ ഇസ് നോ ഇൻക്രീസ് ഇൻ ദ ക്രോമസോം നമ്പർ. ഇഫ് ദ സെൽ ഹാഡ് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ 2n നമ്പർ ഓഫ് ക്രോമസോംസ് ആണ് G1 എങ്കിൽ എസ് ഫേസിലും എങ്ങനെയാണ്? 2n തന്നെ ആയിരിക്കും. 2C എന്ന് വെച്ചാൽ ഇതിന് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് DNA പെർ സെൽ. പക്ഷെ 2n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്രോമസോംസ് പെർ സെൽ. നമുക്കറിയാം ക്രോമസോംസ് ഡബിൾ ചെയ്യില്ല, 2n തന്നെ ആയിരിക്കും. അത് പലതവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അറ്റ് ദി എൻഡ് ഓഫ് എസ് ഫേസ് എങ്ങനെയാണ്? ഏതാണ് ഡബിൾ, ഏതാണ് റിമെയിൻ ദ സെയിം? അത് ഏതാന്ന് അറിഞ്ഞിരിക്കുക. ഏതാണ്? നമ്പർ ഓഫ് ക്രോമസോംസ് റിമെയിൻ ദ സെയിം, ബട്ട് ദി എമൗണ്ട് ഓഫ് DNA പെർ സെൽ ഡബിൾസ്. ഇനി ആനിമൽ സെൽസിൽ നമുക്കറിയാം സെൻട്രിയോൾ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഓർഗനിൽ വരെയാണ് ഈ ആനിമൽ സെൽസിൽ. അപ്പൊ എസ് ഫേസിന്റെ സമയത്ത് DNA റെപ്ലിക്കേഷൻ ന്യൂക്ലിയസിൽ നടക്കുന്ന സമയത്ത് സൈറ്റോപ്ലാസ്മിൽ ഒരു എക്സ്ട്രാ സാധനം നടക്കുന്നുണ്ട്, സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ. ആൻഡ് ഫൈനലി ഡ്യൂറിങ് G2 phase proteins are synthesized in preparation for mitosis while cell growth continues. നമുക്കറിയാം സെൽ ഗ്രോത്ത് അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് ഗ്രോത്ത് ഇസ് ഓൾവേസ് കണ്ടിന്യൂസ്. അത് പലതവണയായിട്ട് നമ്മളിപ്പോ ഓൾറെഡി റിപ്പീറ്റ് ചെയ്തു. ഇവിടെയും സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ആണ്, ഇവിടെയും സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ് ആണ്. അപ്പോ G2 ഫേസിൽ ഫൈനലി എന്താണ് നടക്കുക? G2 ഫേസിൽ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ്. ഇനി അഡൽട്ട് ആനിമൽസിൽ ചില സെൽസ് നമുക്കറിയാം അവര് ഡിവിഷൻ എക്സിബിറ്റ് ചെയ്യില്ല. അതായത് സെൽ സൈക്കിൾ അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അവർക്ക് ഇല്ലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹാർഡ് സെൽ അവര് എക്സിബിറ്റ് ചെയ്യില്ല ഡിവിഷൻ. അപ്പോ ആൻഡ് മെനി അതർ സെൽസ് ഒക്കേഷണലി മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കില്ല. ബാക്കി സെൽസിനെ പോലെ റിന്യൂവൽ നടന്നുകൊണ്ടിരിക്കില്ല. ഒക്കേഷണൽ ഡിവിഷൻ മാത്രമേ കാണിക്കുള്ളൂ. എപ്പോ നമുക്ക് അത്യാവശ്യമായിട്ട് അവരുടെ ഇഞ്ചുറിയോ മറ്റോ നടന്ന് അല്ലെങ്കിൽ സെൽ ഡെത്തോ മറ്റോ കഴിഞ്ഞ് ജസ്റ്റ് റീപ്ലേസ് ചെയ്യാൻ മാത്രം. ദീസ് സെൽസ് ദാറ്റ് ഡു നോട്ട് ഡിവൈഡ് ഫർദർ എന്ത് പറ്റും? അവര് ഏത് ഫേസിലാണ് എക്സിറ്റ് ചെയ്യുക? സെൽ സൈക്കിളിന്റെ പാത്ത് എക്സിറ്റ് ചെയ്യുന്ന ഏത് ഫേസിലാന്ന് വെച്ചാൽ പറയണം. എക്സിറ്റ് G1 ഫേസ്. G1 ഫേസ് എക്സിറ്റ് ചെയ്ത് അവർ എങ്ങോട്ട് പോകും? ഒരു ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ക്വിസന്റ് സ്റ്റേജ്. അത് നമ്മൾ G0 എന്ന് വിളിക്കും. ആൻഡ് ഈ G0 ഫേസില് സെൽ സൈക്കിളിലെ G0 ഫേസില് അല്ലെങ്കിൽ സ്റ്റേജില് സെൽസിന്റെ പ്രത്യേകത എന്തെന്ന് പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സെൽസ് എങ്ങനെയാ? ക്വിസന്റ് ആണ്, പക്ഷെ അത് മെറ്റബോളിക്കലി ഇനാക്റ്റീവ് അല്ല. എങ്ങനെയാണ് അവര്? ദേ റിമെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ദേ റിമെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ് ബട്ട് നോ ലോങ്ങർ പ്രോളിഫറേറ്റ്.
അതായത് പ്രോളിഫറേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് G1 നിന്ന് S കഴിഞ്ഞ് G2 പോയില്ലെങ്കിലും പക്ഷെ അവർ മെറ്റബോളിക്കൽ ആക്റ്റീവ് ആയിട്ട് റിമെയിൻ ആവും. ആൻഡ് എപ്പോഴെങ്കിലും ഓർഗനിസത്തിന് റിക്വയർമെന്റ് വരികയാണെങ്കിൽ എന്താവും, ആ റിക്വയർമെന്റ് വരുന്ന സമയത്ത് അവർ അഗെയിൻ ആക്റ്റീവ് ആവും. ആക്റ്റീവ് ഇൻ ദ സെൻസ് അവർ സെൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ഈ ക്വിസൻ സ്റ്റേജിൽ എങ്ങനെയാണ്, അവർ മെറ്റബോളിക്കലി ആക്റ്റീവ് തന്നെയാണ്. ഈ ഡയഗ്രത്തിൽ ക്വിസൻ സെല്ല് കാണിച്ചിട്ടുണ്ട് എങ്ങനെ ഈ G1 അവർ എക്സിറ്റ് ചെയ്യാണ്, ആ ഫേസ് അവർ എക്സിറ്റ് ചെയ്ത് G0 അണ്ടർഗോ ചെയ്യാണ്. അവരവിടെ G0 അല്ലെങ്കിൽ ക്വിസൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. അവർ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്, പക്ഷെ അവർ സെൽ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുന്ന എപ്പോഴാണ്, ഓൺലി വെൻ ഒരു റിക്വയർമെന്റ്, ആ ഓർഗനിസത്തിന്റെ റിക്വയർമെന്റിന്റെ ആവശ്യം വരുമ്പോൾ. ഇനി ആനിമൽസില് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ ഇസ് ഓൺലി സീൻ ഇൻ ഡിപ്ലോയിഡ് സോമാറ്റിക് സെൽസ്. അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സോമാറ്റിക് സെൽസിന്, സോമാറ്റിക് എന്ന് വെച്ചാൽ സോമ ബോഡിയിലത്തെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലിൽ മാത്രമേ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ കാണുന്നുള്ളൂ. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, MCQ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. However, there are few exceptions to this where haploid cells divide by mitosis. ആനിമൽ സെൽസിൽ എങ്ങനെയാണ്, മോസ്റ്റ്ലി, ഓൾവേസ് എന്ന് പറയാൻ പറ്റില്ല കാരണം അതിന് എക്സെപ്ഷൻ ഉണ്ട്. മോസ്റ്റ്ലി മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ എക്സിബിറ്റ് ചെയ്യുന്നത് ഡിപ്ലോയിഡ് സോമാറ്റിക് സെൽസ് ആയിരിക്കും. പക്ഷേ ഏതാണ് എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്, മെയിൽ ഹണി ബീസിൽ എങ്ങനെയാണ്, ഹാപ്ലോയിഡ് സെൽസും ഡിവൈഡ് ചെയ്യും ബൈ മൈറ്റോസിസ്. Against this, the plants can show mitotic divisions in both haploid and diploid cells. Plant kingdom നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു എങ്ങനെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ നോക്ക്. അപ്പോ നമുക്ക് മനസ്സിലായി എന്ത്, പ്ലാന്റ്സിന് എങ്ങനെ സെല്ലുലാർ ഡിവിഷൻ ബോത്ത് ഹാപ്ലോയിഡ് ആയാലും ഡിപ്ലോയിഡ് ആയാലും പറ്റും. പക്ഷെ ആനിമൽസിൽ മോസ്റ്റ്ലി മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഡിപ്ലോയിഡ് സെൽസ് മാത്രമാണ്. ഇനി ദ പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാനാണെങ്കിൽ എന്താ പറ്റുക, നമുക്കറിയാം സെല്ലുണ്ട്, സെല്ലിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ DNA ഉണ്ട്. ഈ DNA അല്ലെങ്കിൽ ക്രോമാറ്റിൻ എടുത്തു നോക്കിയാൽ എങ്ങനെയാണ്, ക്രോമാറ്റിൻ എന്ന് വെച്ചാൽ നമ്മുടെ DNA which is associated with some proteins. ഇതിനെ അഗെയിൻ നമ്മൾ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ കണ്ടു, ഇതിന് നടുക്ക് ഒരു സെൻട്രോമിയർ ഉണ്ട്, അല്ലെങ്കിൽ പ്രൈമറി കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കും. ആൻഡ് ഇതിന് ഈ പ്രൈമറി കൺസ്ട്രക്ഷനെ ചുറ്റി ഒരു കൈനറ്റോകോർ ഉണ്ട്. ആൻഡ് ഈ ടെയിൽ ലൈക്ക് എൻഡിനെ നമ്മൾ എന്ത് വിളിച്ചു, ടീലോമിയർ. ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ദ പ്രോസസ് സെൽ സൈക്കിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു മദറിനെ എടുത്തു. മദറിന് എത്ര, 46 ക്രോമസോം, അതായത് ഡിപ്ലോയിഡ്. ഫാദറിന് എങ്ങനെയാ, അഗൈൻ 46 ക്രോമസോം, ഡിപ്ലോയിഡ്. ഇനി കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ഗാമിറ്റ് ഫോർമേഷൻ നടക്കും, രണ്ടാക്കും ഗാമിറ്റ് ഉണ്ടാവും. ഈ ഗാമിറ്റിന്റെ പ്രത്യേകത എന്താണ്, 23 ക്രോമസോംസ് ആണ്, ഹാപ്ലോയിഡ് ആണ്. ഇവിടെയും 23 ക്രോമസോംസ് ആണ്, ഹാപ്ലോയിഡ് ആണ്. ഇതില് മദറിന്റെ ഗാമിറ്റ് എന്താ, എഗ് ആണ്. ആൻഡ് ഫാദറിന്റെ ഗാമിറ്റ് എങ്ങനെയാ, സ്പേമായി. ആൻഡ് ഇത് രണ്ടും ഫ്യൂസ് ചെയ്യും, ഫെർട്ടിലൈസേഷൻ പ്രോസസ് നടന്നു ഫ്യൂസ് ചെയ്ത് ഉണ്ടാവുന്ന സാധനത്തിന് നമ്മൾ എന്ത് വിളിച്ചു, സൈഗോട്ട് വിത്ത് 46 ക്രോമസോം. ആൻഡ് പ്ലോയിഡ് എങ്ങനെയാ, ഡിപ്ലോയിഡ്. ഇനി നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ട, ഞാനൊന്ന് റിവൈസ് ചെയ്യാൻ എഴുതാണ്. നമുക്കറിയാം ബിഫോർ എസ് ഫേസ്, അതായത് എസ് ഫേസിന് മുമ്പ്, അതായത് DNA റെപ്ലിക്കേഷൻ നടന്നിട്ടില്ല. അപ്പൊ പ്ലോയിഡ് എത്രയായിരിക്കും, 23 പേഴ്സ് തന്നെ ആയിരിക്കും, അതായത് എത്ര, 46 ക്രോമസോംസ് തന്നെ ആയിരിക്കും. ഇനി എസ് ഫേസ് നടന്നു, എസ് ഫേസ് നടന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ എസ് ഫേസ്. ഓക്കെ, ആഫ്റ്റർ എസ് ഫേസ്. ഇനി എങ്ങനെയാ നടക്കുന്നത്, നമ്മൾ ക്രോമസോമിന് ഇങ്ങനെ വരച്ചാല് നമ്മൾ 20 പൈക്കോഗ്രാം എന്ന് ഡിനോട്ട് ചെയ്യാം. ഏതിന്, amount of DNA. ഇതെന്താണ്, ഒരു ക്രോമാറ്റിഡ്. ഈ ഒരു ക്രോമാറ്റിഡില് ടോട്ടൽ ക്രോമസോംസ് എത്രയാണ്, നമുക്കറിയാം 46. പക്ഷെ ടോട്ടൽ ക്രോമാറ്റിഡ് എത്രയാണ്,
46. ഇത് രണ്ടും ഇത് ക്ലിയർ ആയിരിക്കണം. അതായത് സ്റ്റാർട്ടിങ്ങിൽ ബിഫോർ എസ് ഫേസ് എന്തൊക്കെയാണ് എത്രയൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ഇനി ആഫ്റ്റർ എസ് ഫേസ് എന്താണ് സംഭവിക്കുക? നമുക്കറിയാം ഡബിൾ ആവും, amount of DNA ഡബിൾ ആവും. അപ്പൊ നമ്മൾ അതിനെ ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു ദിസ് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തു? 40 പിക്കോഗ്രാം. 40 പിക്കോഗ്രാം ആയി. ഇനി ഇതിൽ ക്രോമാറ്റിഡ് എങ്ങനെയാ? 2 ക്രോമാറ്റിഡ് ആയി. പക്ഷെ അപ്പോഴും ടോട്ടൽ ക്രോമസോംസ് എത്ര തന്നെ ഉള്ളൂ? ടോട്ടൽ ക്രോമസോംസ് അപ്പോഴും 46 തന്നെയാണ്. കാരണം ഇതിനെയല്ലേ നമ്മൾ ഒരു ക്രോമസോം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ക്രോമാറ്റിഡ് ഡബിൾ ആയാലും ടോട്ടൽ ക്രോമസോംസ് അപ്പോഴും എത്രയുള്ളൂ? 46 ആണ്. പക്ഷെ ഓരോ ക്രോമസോമിനും ഈച്ച് ക്രോമസോം വിത്ത് 2 ക്രോമാറ്റിഡ്സ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോ എസ് ഫേസിന്റെ സമയത്ത് എന്ത് നടന്നു? ക്രോമസോം നമ്പർ സെയിം ആയി നിന്നു, പക്ഷെ നമ്മുടെ DNA കണ്ടന്റ് ഡബിൾ ആയി. ഇത്രയാണ് ഏതിൽ നടക്കുന്നത്? എസ് ഫേസിൽ നടക്കുന്നത്. ഇനി നമ്മൾ G2 ഫേസിലേക്ക് വരികയാണെങ്കിൽ G2 ഫേസ്, G2ന്റെ മീനിങ് എന്താ? ഗ്യാപ് 2 ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ് സിന്തറ്റിക്. എസ് ഫേസ് കഴിഞ്ഞു വരുന്ന പോസ്റ്റ് സിന്തറ്റിക് അല്ലെങ്കിൽ പ്രീ എങ്ങനെയെന്ന് വിളിക്കും? പ്രീ മൈറ്റോട്ടിക്. പോസ്റ്റ് സിന്തറ്റിക്, പ്രീ മൈറ്റോട്ടിക്. ഇവിടെ നടക്കുന്ന എന്താ? മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ഗോൾജി. നേരത്തെ എക്സെപ്ഷൻ വന്ന സാധനങ്ങളാണ്. ഇവിടെ എക്സെപ്ഷൻ വന്ന സാധനങ്ങളാണ് ഈ മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. നമുക്കറിയാം മൈറ്റോകോൺഡ്രിയയും ക്ലോറോപ്ലാസ്റ്റും. ഇതിന്റെ വേറെ പ്രത്യേക സെൽ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും എന്ത്? ഒരു സെമി ഓട്ടോണോമസ് ആണ്. അവരുടെ തന്നെ DNA-യും അവരുടെ തന്നെ റൈബോസോമും പ്രോട്ടീനും ഒക്കെ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. ആൻഡ് അവർക്ക് തന്നെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാരണം അവരുടെ തന്നെ DNA ഉള്ളതുകൊണ്ട്. ആൻഡ് ട്യൂബ്യുലിൻ പ്രോട്ടീൻ. പ്രോട്ടീൻ ആൻഡ് RNA സിന്തസിസ് നമ്മൾ കണ്ടത് G1 ഫേസിലായിരുന്നു. പക്ഷെ അതിൽ എക്സെപ്ഷൻ ഉണ്ടായിരുന്നു, ഹിസ്റ്റോണും ട്യൂബുലിനും. ഹിസ്റ്റോൺ എവിടെ ഉണ്ടായി? ഹിസ്റ്റോൺ എസ് ഫേസിൽ ഹിസ്റ്റോൺ ഉണ്ടായി. പക്ഷെ ട്യൂബുലിൻ എവിടെ ഉണ്ടായി? ട്യൂബുലിൻ ഉണ്ടാവുന്നത് G2 ഫേസിലാണ്. അപ്പോ ഇത്രയും കാര്യങ്ങള് എന്തൊക്കെ പറഞ്ഞു? സെല് ഡിവൈഡ് ചെയ്യുന്ന ക്രോമാറ്റിഡ് എന്താ, ക്രോമസോംസിന്റെ നമ്പർ എങ്ങനെയാ, ആൻഡ് എസ് ഫേസിൽ നടക്കുന്ന ഡിഫറൻസ് എന്താ, ചേഞ്ച് എന്താന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി പതുക്കെ എം ഫേസിലേക്ക് വരാണ്. എം ഫേസിനെ എന്ത് നമ്മൾ വിളിച്ചു? നേരത്തെ ടേബിൾ വെച്ച് പറഞ്ഞു, മോസ്റ്റ് ഡ്രാമാറ്റിക് പീരീഡ്. എം ഫേസിനെ നമ്മൾ നീറ്റ് കൊടുക്കുന്ന ഫേസ് ആയിട്ട് ആലോചിച്ചാൽ മതി. അങ്ങനെ കോറിലേറ്റ് ചെയ്താൽ കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. മോസ്റ്റ് ഡ്രാമാറ്റിക് പീരീഡ് ആണ്. മേജർ റീഓർഗനൈസേഷൻ ഓഫ് വെർച്വലി ഓൾ കോമ്പണൻസ് ഓഫ് സെൽ. മേജർ റീഓർഗനൈസേഷൻ നടക്കുന്നു. ആൻഡ് നമുക്കറിയാം മൈറ്റോസിസിന്റെ ഫേസിൽ എങ്ങനെയാ? നമ്പർ ഓഫ് ക്രോമസോംസ് പേരന്റിലും പ്രോജനി സെൽസിലും സെയിം ആയിട്ട് നിൽക്കണം. അതുകൊണ്ട് നമ്മൾ അതിനെ ഇക്വേഷണൽ ഡിവിഷൻ എന്നും കൂടി വിളിച്ചു. അതായത് പേരന്റ്സിന്റെയും ഡോട്ടർ സെൽസിന്റെ അല്ലെങ്കിൽ പ്രോജനി സെൽസിലും ക്രോമസോമിന്റെ നമ്പർ ഈക്വൽ ആയിരുന്നുകൊണ്ട് അതിന് നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിച്ചു. ദോ ഫോർ കൺവീനിയൻസ് മൈറ്റോസിസ് ഹാസ് ബിൻ ഡിവൈഡഡ് into 4 stages of nuclear division. മൈറ്റോസിസിന്റെ ന്യൂക്ലിയർ ഡിവിഷൻ മാത്രം, സൈറ്റോകൈനസിസ് ഇല്ല, അത് ഇൻക്ലൂഡ് ചെയ്യാണ്ട് ന്യൂക്ലിയർ ഡിവിഷൻ മാത്രം എങ്ങനെ നമ്മൾ കൺവീനിയൻസിന് 4 stages ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് സെൽ ഡിവിഷൻ ഇസ് എ പ്രോഗ്രസീവ് പ്രോസസ് ആൻഡ് വെരി ക്ലിയർ കട്ട് ലൈൻസ് കനോട്ട് ബി ഡ്രോൺ. അതായത് നമ്മൾ കുറെ സ്റ്റഡീസ് നടത്തി എങ്ങനെയൊക്കെയോ ഡിറൈവ് ചെയ്തെടുത്തു. കാരണം ഇത്രയും മേജർ സാധനങ്ങൾ ഈ ഫേസിലാണ് നടക്കുന്നത്. അല്ലാണ്ട് ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ ഓരോ ഫേസും തമ്മിൽ ഇല്ല. അപ്പൊ കാരിയോകൈനസിന്റെ താഴെ ഏതൊക്കെ ഫേസസ് വന്നു? പ്രോഫേസ്, മെറ്റഫേസ്, ആനഫേസ് ആൻഡ് ടീലോഫേസ്. ഇനി നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് പ്രോഫേസിനെ കുറിച്ചാണ്. പ്രോഫേസ് എങ്ങനെയാ? ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കാരിയോകൈനസിസ്. എന്ത് ഫോളോ ചെയ്തിട്ട്? എസും G2 കഴിഞ്ഞ് എം ഫേസ് തുടങ്ങുമ്പോൾ എം ഫേസിലെ ഫസ്റ്റ് സ്റ്റേജ് കാരിയോകൈനസിസ്. കാരിയോകൈനസിന്റെ ഫസ്റ്റ് സബ് സ്റ്റേജ് ഏതാണ്? പ്രോഫേസ്. പ്രോഫേസ് ഫോളോസ് ഏത്? എസ് ആൻഡ് G2 ഫേസസ്. പ്രോഫേസ് ഇസ് മാർക്ഡ് ബൈ എന്താണ്? പ്രോഫേസിൽ മെയിൻലി നടക്കുന്ന ഇനീഷ്യേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോമൽ മെറ്റീരിയൽ. നമുക്കറിയാം ന്യൂക്ലിയർ ഡിവിഷൻ നടക്കാൻ പോവാണ്. അതായത് സൈറ്റോകൈനസിസ് നടക്കണം, സൈറ്റോപ്ലാസ്മിക് ഡിവിഷനും നടക്കണം. അപ്പൊ ആദ്യം കണ്ടൻസേഷൻ ഓഫ് ക്രോമസോമൽ മെറ്റീരിയൽ നടക്കും. ആൻഡ് അവര് അൺടാങ്കിൾഡ് ആവും. ഈ ക്രോമസോമൽ മെറ്റീരിയൽ നമുക്കറിയാം ഒരു
ടാങ്കിൾഡ് ഫോമിലാണ് എങ്ങനെ സെല്ലില് കാണുന്നത്. പക്ഷെ ഒരു അൺടാങ്കിൾ അല്ലെങ്കിൽ ഡീടാങ്കിൾ ആയിട്ട് എന്തുണ്ടാക്കും? ക്രോമാറ്റിൻ കണ്ടൻസേഷൻ ഉണ്ടാക്കും. ആൻഡ് ദ സെൻട്രോസോം എങ്ങനെ? സെൻട്രോസോം എന്താന്ന് നമുക്കറിയാം, സെൻട്രിയോളിന്റെ ആണ് സെൻട്രോസോം നമ്മൾ റെഫർ ചെയ്യുന്നത്. വിച്ച് ഹാഡ് അണ്ടർഗോൺ ഡ്യൂപ്ലിക്കേഷൻ എപ്പോ എസ് ഫേസിൽ നൗ ബിഗിൻസ് ടു മൂവ് ടുവേർഡ്സ് എന്ത്? ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദി സെൽ. സെല്ലിന്റെ ഓപ്പോസിറ്റ് പോളിലേക്ക് സെൻട്രോസോമിന്റെ മൂവ്മെന്റ് നടക്കാണ്. ആൻഡ് എങ്ങനെയാണ് നമ്മൾ കംപ്ലീഷൻ ഓഫ് പ്രോഫീസ് മാർക്ക് ചെയ്യുക? ക്ലിയർ കട്ട് ഡിവിഷൻ എങ്ങാനും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു ഇത്രയും കാര്യം ഉറപ്പാണെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ക്ലിയർ കട്ട് ഡിമാർക്കേഷൻ നടത്തുന്നത്? ക്രോമസോമൽ മെറ്റീരിയൽ കണ്ടൻസ് ചെയ്ത് ഒരു കോമ്പാക്ട് മൈറ്റോട്ടിക് ക്രോമസോംസ് ആയി മാറും. ആൻഡ് ഈ ക്രോമസോംസ് എങ്ങനെയാണ്? ആർ സീൻ ടു ബി കമ്പോസ്ഡ് ഓഫ് 2 chromatids attached together at the centromere. നടുക്കത്തെ സെൻട്രോമിയർ 2 chromatids. ഇങ്ങനത്തെ ഒരു കണ്ടൻസ്ഡ് ഫോമിലേക്കായിട്ട് എങ്ങനെ ക്രോമസോംസ് മാറും? കണ്ടൻസ്ഡ് ഫോമിനെ ആണ് നമ്മൾ വിളിക്കുന്നത് ക്രോമാറ്റിഡ്സ്. ആൻഡ് സെൻട്രോസോം വിച്ച് ആർ അണ്ടർഗോ ഡ്യൂപ്ലിക്കേഷൻ ഡ്യൂറിങ് ഇന്റർഫേസിന്റെ സമയത്ത് ഡ്യൂപ്ലിക്കേഷൻ അണ്ടർഗോ ചെയ്ത സെൻട്രോസോം എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും? മൂവ് ടുവേർഡ്സ് ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദി സെൽ. സെല്ലിന്റെ ഓപ്പോസിറ്റ് പോൾസിലേക്ക് പോകും. ആൻഡ് ഈച്ച് സെൻട്രോസോംസ്, ഓരോ സെൻട്രോസോമും എങ്ങനെ ആദ്യം അവർ ഡ്യൂപ്ലിക്കേറ്റ് ആവും? ഏത് ഫേസില്? എസ് ഫേസ്. ഇന്റർഫേസിന്റെ എസ് ഫേസിൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ആൻഡ് അവർ പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങും ടുവേർഡ്സ് ദി ഓപ്പോസിറ്റ് പോൾസ് ഓഫ് ദി സെൽ. ആൻഡ് അവര് റേഡിയേറ്റ് ചെയ്യും പുറത്തേക്ക്. എന്ത്? മൈക്രോ ട്യൂബ്യൂൾസ്. ഈ മൈക്രോ ട്യൂബ്യൂൾസ് നമ്മൾ വിളിച്ച പേര് ആസ്റ്റേഴ്സ്. ഇനി മൈക്രോ ട്യൂബ്യൂൾ ആയിട്ട് റേഡിയേഷൻ കഴിഞ്ഞ് 2 ആസ്റ്റേഴ്സ് ടുഗെദർ വിത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ഫോം ചെയ്യും? മൈറ്റോട്ടിക് അപ്പാരറ്റസ്. എന്ത് ഫോം ചെയ്തു? ഈ 2 ആസ്റ്ററും along with spindle fibers mitotic apparatus form ചെയ്തു. അപ്പോ പ്രോഫേസിലെ എന്തൊക്കെ കണ്ടു? ഫസ്റ്റ് സ്റ്റേജ് ആണ്. ആൻഡ് മെയിൻലി എന്താ നടക്കുന്നത്? ഇനീഷ്യേഷൻ ഓഫ് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോമൽ മെറ്റീരിയൽ. ആൻഡ് ക്രോമസോമൽ കണ്ടൻസേഷൻ നടന്ന് നമുക്കറിയാം എസ് ഫേസിൽ ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റഡ് ആയ സെൻട്രോസോംസ് ഒരു ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ക്രോമസോംസ് പതുക്കെ എങ്ങനെയാവും? ക്രോമാറ്റിഡ്സ് ആവും, അറ്റാച്ചിങ് ടുഗെദർ അറ്റ് ദി സെൻട്രോമിയർ. ആൻഡ് ഈ സെൻട്രോസോംസ് ഓപ്പോസിറ്റ് പോളിലേക്ക് പോവും. ആൻഡ് അവർ റേഡിയേറ്റ് ഔട്ട് ചെയ്യും സ്പിൻഡിൽ ഫൈബേഴ്സ്. ആൻഡ് അവർ മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഫോം ചെയ്തു. ഇനി സെൽസ് അറ്റ് ദി എൻഡ് ഓഫ് പ്രോഫേസ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ അണ്ടർ ദി മൈക്രോസ്കോപ്പ് എന്ത് കാണാൻ പറ്റും? ദേ ഡു നോട്ട് ഷോ ഗോൾഗി കോംപ്ലക്സസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയോളസ് ആൻഡ് ദി ന്യൂക്ലിയർ എൻവലപ്പ്. ഇതൊന്നും കാണാൻ പറ്റില്ല, കാരണം അതൊക്കെ ഡിസോൾവ് ചെയ്ത് തുടങ്ങാണ് ഓരോ ഓർഗൻസ് ആയിട്ട്. ആൻഡ് അടുത്ത ഫേസ് പ്രോഫേസ് കഴിഞ്ഞു. ഇനി പോകുന്നത് മെറ്റഫേസിലേക്ക്. മെറ്റഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ദ കംപ്ലീറ്റ് ഡിസെന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. മെറ്റഫേസ് തുടങ്ങി അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് ഓഫ് മൈറ്റോസിസ് തുടങ്ങി എന്ന് മാർക്ക് ചെയ്യുന്നത് ഏത് പ്രോസസ് ആണ്? മെറ്റഫേസിന്റെ ഇനീഷ്യേഷൻ ഇസ് മാർക്ഡ് ബൈ ദ കംപ്ലീറ്റ് ഡിസിന്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ഡിസിന്റഗ്രേറ്റ് ചെയ്തു. ആൻഡ് അപ്പൊ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയർ എൻവലപ്പിന്റെ വിത്തിൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഈ ക്രോമസോംസ് എവിടെയാണ് നമ്മളിപ്പോ കാണുന്നത്? സ്പ്രെഡ് ത്രൂ ഔട്ട് ദി സൈറ്റോപ്ലാസം. സ്പ്രെഡ് ഔട്ട് ആയി തുടങ്ങി ക്രോമസോംസ്. ബൈ ദിസ് സ്റ്റേജ് എങ്ങനെ? കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസ് വിച്ച് വാസ് ഇനിഷ്യലി സ്റ്റാർട്ടഡ് ഇൻ വിച്ച് ഫേസ്? പ്രോഫേസ്. കണ്ടൻസേഷൻ തുടങ്ങിയിരുന്നു, പക്ഷെ ഇവിടെ അത് കംപ്ലീറ്റഡ് ആയി. കണ്ടൻസേഷൻ കംപ്ലീറ്റഡ്. ആൻഡ് അവര് ക്ലിയർലി മൈക്രോസ്കോപ്പിൽ കൂടി ഒബ്സർവ് ചെയ്യാനും സാധിക്കും. ദിസ് ദെൻ ഇസ് ദ സ്റ്റേജ് അറ്റ് വിച്ച് മോർഫോളജി ഓഫ് ക്രോമസോംസ് ഇസ് മോസ്റ്റ് ഈസിലി സ്റ്റഡീഡ്. ഈ ഫേസിൽ കംപ്ലീഷൻ, അതായത് കണ്ടൻസേഷൻ ഓഫ് ക്രോമസോംസിന് കംപ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ മോർഫോളജി ഓഫ് ക്രോമസോംസ് പഠിക്കാനുള്ള ബെസ്റ്റ് സ്റ്റേജ് ഏതാന്നൊരു MCQ ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ത് വരും? മെറ്റഫേസ്. മെറ്റഫേസ് ഈക്വൽസ് കംപ്ലീറ്റ് മോർഫോളജി ഓഫ് ക്രോമസോംസ്. അതങ്ങനെ പഠിച്ചു വെക്കാം. ഇനി M for M എന്ന് ആലോചിച്ചാൽ മതി. മോർഫോളജി, M for മെറ്റഫേസിന്റെ M. At this stage, metaphase chromosome എങ്ങനെയാണ്? Is made up of 2 sister chromatids. നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെ? 2 sister chromatids joined at the centromere, attached together at the centromere. ഇത് രണ്ടും എന്ത് വിളിച്ചു? സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്ന് വിളിച്ചു. ആൻഡ് ദ സ്മോൾ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റ് ദി സർഫസ് ഓഫ് സെൻട്രോമിയേഴ്സ്. ഈ സെൻട്രോമിയേഴ്സിന്റെ മേലെ
ചെറിയ ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? കൈനറ്റോകോർ എന്ന് വിളിച്ചു. ആൻഡ് ഇവരുടെ ഫങ്ഷൻ എന്താന്ന് വെച്ചാല് സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് സ്പിൻഡിൽ ഫൈബർ. എങ്ങനെ നമുക്കറിയാം, സെൻട്രോസോം അറ്റത്ത് പോയിട്ട് റേഡിയേറ്റ് ഔട്ട് ചെയ്തു, എന്നിട്ട് ആസ്റ്റർ ഫോർമേഷനും ഒക്കെ നടന്നിരുന്നു. അപ്പോൾ മൈറ്റോട്ടിക് അപ്പാരറ്റസ് ഒക്കെ ഫോം ചെയ്തിരുന്നു. ആൻഡ് ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വിച്ച് ആർ ബീങ് റേഡിയേറ്റഡ് ഔട്ട് ആരിലാണ് പോയി അറ്റാച്ച് ചെയ്യുന്ന? ക്രോമസോംസിന്റെ ഈ കൈനറ്റോകോറിലാണ്. അല്ലാണ്ട് ഏതിലല്ല? സെൻട്രോമിയറിലല്ല. സെൻട്രോമിയറിന്റെ ചുറ്റുമുള്ള ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ കോൾഡ് കൈനറ്റോകോർസിലാണ് ഈ സ്പിൻഡിൽ ഫൈബറിന്റെ അറ്റാച്ച്മെന്റ് നടക്കുന്നത്. ഈ അറ്റാച്ച്മെന്റ് നടക്കുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാല് ഈ ക്രോമസോംസ് ആർ മൂവ്ഡ് ഇൻ ടു പൊസിഷൻ അറ്റ് ദി സെന്റർ ഓഫ് ദി സെൽ. ക്രോമസോംസ് പതുക്കെ സെല്ലിന്റെ സെന്ററിലേക്ക് മൂവ് ചെയ്ത് അവിടെ പോയി നിൽക്കാൻ തുടങ്ങും. ആൻഡ് ഹെൻസ് മെറ്റഫേസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ all chromosomes coming to lie at the equator. All chromosomes എങ്ങനെ ഇക്വേറ്റർ, അതായത് സെന്ററിൽ ഒരു ലൈൻ ബൈ ലൈൻ ഇങ്ങനെ നിരന്ന് നിൽക്കാൻ തുടങ്ങും. വിത്ത് ഒരു ക്രോമാറ്റിഡ്, നമുക്കറിയാം മേലത്തെ ഒരു ക്രോമാറ്റിഡും താഴത്തെ ഒരു ക്രോമാറ്റിഡും ഉണ്ടെന്ന് അറിയാം. ഇതില് ഒരു ക്രോമാറ്റിഡ് കണക്റ്റഡ് ബൈ ഇറ്റ്സ് കൈനറ്റോകോർ ആണ്, നോട്ട് സെൻട്രോമിയർ. അതും നോട്ട് ചെയ്യുക. കൈനറ്റോകോറിന്ന് two spindle fibers from one pole and its sister chromatid connected by kinetochore connected to the kinetochore two spindle fibers from the opposite pole. അപ്പോ ഇതാണ് സെല്ലെങ്കിൽ ഇവിടെ സെൻട്രോസോം റേഡിയേറ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ ക്രോമസോംസ് എവിടെ പോയി നിൽക്കും? നടുക്ക് പോയി അറേഞ്ച്ഡ് ആയി നിൽക്കും. ഇതാണ് ഇക്വേറ്റർ എങ്കിൽ നടുക്ക് പോയി അറേഞ്ച് ആയി നിൽക്കും. ആൻഡ് ഇതിന്റെ ഒരു ക്രോമാറ്റിഡ് ഒരു പോളിലെ സ്പിൻഡിൽ ഫൈബറിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇതിന്റെ സിസ്റ്റർ ക്രോമാറ്റിഡ് ആയ ഇത് മറ്റേ സൈഡില് ഇതിനോട് സിസ്റ്റർ ക്രോമാറ്റിഡ് മറ്റേ സൈഡിലോട്ടുള്ള സ്പിൻഡിൽ ഫൈബേഴ്സിലോട്ടായിരിക്കും എങ്ങനെ അറ്റാച്ച്ഡ്. ആൻഡ് ദ പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് ഓഫ് ദി ക്രോമസോംസ് അറ്റ് ദ മെറ്റഫേസ്, അതിന് ഇത്രയും ഈ അലൈൻമെന്റുള്ള പ്ലെയിന് നമ്മൾ എന്ത് വിളിച്ചു? മെറ്റഫേസ് പ്ലേറ്റ് എന്ന് വിളിച്ചു. മെറ്റഫേസിൽ കാണുന്ന പ്ലെയിൻ ഓഫ് അലൈൻമെന്റ്. ആൻഡ് നമ്മൾ കീ ഫീച്ചേഴ്സ് നോക്കാൻ പോവാണ്. കീ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദി കൈനറ്റോകോർസ് ഓഫ് ദി ക്രോമസോം. സ്പിൻഡിൽ ഫൈബേഴ്സ് എങ്ങോട്ടേക്ക് അറ്റാച്ച്ഡ് ആണ്? കൈനറ്റോകോർസിലേക്ക് അറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റും. ആൻഡ് chromosomes are moved to the spindle equator and get aligned along the metaphase plate through spindle fibers from to the both poles. അപ്പോൾ മെറ്റഫേസ് റിവൈസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ഇനീഷ്യേഷൻ ഓഫ് മെറ്റഫേസ് ഇസ് മാർക്ഡ് ബൈ MCക്ക് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ എൻവലപ്പ്. അതാണ് സ്റ്റാർട്ടിങ് ഓഫ് ഏത്? മെറ്റഫേസ്. ആൻഡ് പിന്നെന്ത് നടക്കും? കണ്ടൻസേഷൻ ഓഫ് ക്രോമസോം ഇവിടെ കംപ്ലീറ്റഡ് ആവും. ആൻഡ് ഇതിന് കൈനറ്റോകോറിലേക്ക് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്ത് കാണും. ആൻഡ് ക്രോമസോംസ് ഒരു പ്ലെയിൻ ഓഫ് അലൈൻമെന്റിൽ ലൈ ചെയ്ത് കാണും. ഏത് പ്ലെയിൻ? മെറ്റഫേസ് പ്ലേറ്റ്. ഇത്രയും കാര്യങ്ങൾ മെറ്റഫേസിൽ കാണാൻ പറ്റും. മെറ്റഫേസിന്റെ മറ്റൊരു പ്രത്യേകത മോർഫോളജി ഓഫ് ക്രോമസോംസ് മോസ്റ്റ് ഈസിലി സ്റ്റഡീഡ് ഏത് ഫേസിലാണ്? മെറ്റഫേസിലാണ്. ആൻഡ് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ ഏർലി പ്രോഫേസിൽ അതൊക്കെ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ലേറ്റ് പ്രോഫേസിൽ ഓൾമോസ്റ്റ് എൻഡ് ആയി. ആൻഡ് ഫുള്ളി കംപ്ലീറ്റഡ് അല്ല, ഫുള്ളി കംപ്ലീഷൻ നടക്കുന്ന മെറ്റഫേസിലാണ്. പക്ഷെ കണ്ടൻസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു ആര്? ക്രോമസോംസ്. ട്രാൻസിഷൻ ടു മെറ്റഫേസ് എങ്ങനെയാണ്? ഇവിടുന്ന് ആയിട്ടില്ല. ന്യൂക്ലിയർ എൻവലപ്പ് കംപ്ലീറ്റ്ലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ക്രോമാറ്റിഡ്സ് കണ്ടൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ക്രോമസോംസ് പതുക്കെ സൈറ്റോപ്ലാസ്റ്റിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യും. ആൻഡ് രണ്ട് ക്രോമസോംസ് രണ്ട് പോളിൽ പോയി കടന്നു, റേഡിയേറ്റ് ഔട്ട് ചെയ്തു. അതിന് നമ്മൾ ആസ്റ്റർ എന്ന് വിളിച്ചു. മൈറ്റോട്ടിക് അപ്പാരറ്റസ് എന്താന്ന് കണ്ടു. ആൻഡ് അവർ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് കണ്ടു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത് ഈ ഡയഗ്രം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ലേബിൾ ചെയ്യണം? ട്രാൻസിഷൻ ടു മെറ്റഫേസ് മാർക്ക് ചെയ്യണം. ആൻഡ് കംപ്ലീറ്റ് മെറ്റഫേസ് അല്ലെങ്കിൽ വെറും മെറ്റഫേസ് വന്നാൽ ഡയഗ്രം എങ്ങനെയാ വരക്കുക? ഇങ്ങനെ ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ഒരു സൈഡിലോട്ടും അടുത്ത സിസ്റ്റർ ക്രോമാറ്റിഡ് അടുത്ത സൈഡിലോട്ടും. ഇതെന്താ? ഈ ഡിസ്ക് ഷേപ്പ് സ്ട്രക്ചർ കവറിംഗ് ദ സെൻട്രോമിയറെ നമ്മൾ എന്ത് വിളിച്ചു? കൈനറ്റോകോർ. ഈ ഡയഗ്രാം തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു? ഇന്റർഫേസ് എന്താന്ന് കണ്ടു, എം ഫേസ് എന്താന്ന് കണ്ടു. എം ഫേസിന്റെ ഉള്ളില് കാരിയോകൈനസിസ് നടക്കുമ്പോൾ G1 S G2 എന്താന്ന് കണ്ടിരുന്നു.
G0 എന്താന്ന് കണ്ടു. ആൻഡ് ഇതിലത്തെ പ്രോ ഫേസും മെറ്റ ഫേസും വരെ കംപ്ലീറ്റഡ് ആയി. ഇനി ആനഫേസും ടീലോഫേസും സൈറ്റോകൈനസും മിയോസിസ് മൈറ്റോസിസിന്റെ ഡിഫറൻസും കൂടി കണ്ടാൽ ചാപ്റ്റർ തീരും. അത് നാളെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.